ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നിർധന കുടുംബം. കഴിഞ്ഞ 6 വർഷമായി വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയുന്ന മാന്നാർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് കുട്ടമ്പേരൂർ വേളൂർത്തറയിൽ രമണന്റെ ചികിത്സയ്ക്കായിട്ടാണ് കുടുംബം സുമനസ്സുകളുടെ കരുണ തേടുന്നത്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് കഴിഞ്ഞ 7 മാസമായി ഡയാലിസിസ് ചെയ്തു വരുന്ന രമണന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യുന്നതിനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഇപ്പോൾ ഡയാലിസിസ് നടക്കുന്നത്. ഇതിനുള്ള യാത്രാ ചെലവ് തന്നെ ഏകദേശം 2000-ഓളം രൂപ വരും. കൂലിപ്പണിക്കാരനായിരുന്ന രമണൻ അസുഖബാധിതനായതോടെ ഭാര്യ രജനി വീടുകളിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ജീവിതമാർഗം. ആഴ്ച 1 ഡയാലിസിസ് ചെയ്യുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആഴ്ച 2 ദിവസമാണ് ചെയ്യുന്നത്. കൊണ്ടുപോകാനായിട്ട് യാതൊരു മാർഗവുമില്ല. എന്തെങ്കിലും സഹായിക്കണമെന്ന് മറ്റു വീടുകളിൽ ജോലിക്ക് പോയാണ് കുടുംബം പ്രവർത്തിക്കാതിരുന്നത്. ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല. എനിക്ക് പേഴ്സണൽ പഠിച്ച ഒരു മോൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു മാർഗവുമില്ല. എല്ലാവരും കൂടെ സഹായിക്കണമെന്ന് പറയുന്നു. ഇരു കണ്ണുകളും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട രമണന്റെ ഇരുകാലുകളിലേക്കും രക്തഓട്ടം നിലച്ചതോടെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടിയും വന്നു. ഇതോടെ മുഴുവൻ സമയവും ഭർത്താവിന്റെ പരിചരണവുമായി കഴിയേണ്ടി വന്നതോടെ രജനിക്കുള്ള വരുമാനവും നിലച്ചു. 15 വർഷം മുമ്പ് EMS ഭവന പദ്ധതി ലഭിച്ച 70,000 രൂപ ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ചോർന്നൊലിച്ച് ജീർണാവസ്ഥയിലായ വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. ചെറിയ ഒരു മഴ പെയ്താൽ പോലും വീടിനുള്ളിലും പരിസരത്തും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. രഘുനാഥന്റെ ചികിത്സയ്ക്കും +1 വിദ്യാർത്ഥിയായ ഏകമകൻ പാർത്ഥസാരഥിയുടെ വിദ്യാഭ്യാസത്തിനും ദൈനംദിന ചെലവുകൾക്കും യാതൊരു മാർഗവുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ നിർധന കുടുംബം സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും പറഞ്ഞു. രമണൻ ചേട്ടൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. 6 വർഷമായിട്ട് 2 കിഡ്നിയും തകരാറിലായി അദ്ദേഹം ഡയാലിസിസ് ചെയ്ത് ജീവിച്ചു വരികയാണ്. സാധാരണപ്പെട്ട കുടുംബമാണ്. അതിന് ആശ്രയമായിട്ട് ഭാര്യയും +1 പഠിക്കുന്ന ഒരു മകനുമാണുള്ളത്. ഭാര്യ മറ്റു വീടുകളിലൊക്കെ ജോലി ചെയ്താണ് വരുമാനം. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ ആൾ വേണ്ടതുകൊണ്ട് ജോലിക്ക് പോകാനും നിവൃത്തിയില്ല. അപ്പം യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പം ഏറ്റവും അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ഇദ്ദേഹത്തെ കുടുംബത്തെ സഹായിക്കണമെന്നാണ് പറയാനുള്ളത്. വളരെ ജീർണിച്ച അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ വീടും. മാന്നാർ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ വേളൂർത്തറ വീട്ടിലെ ശ്രീ രമണൻ എന്ന് പറയുന്ന ചേട്ടൻ ഈ കിഡ്നി സംബന്ധമായ അസുഖത്തിന് 5 വർഷത്തോളം ചികിത്സയിലാണ്. എന്നാൽ ഇപ്പോൾ ഒരു 7 മാസമായിട്ട് ഡയാലിസിസ് ചെയ്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ട് മറ്റ് ഒരുപാട് കഷ്ടത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചികിത്സ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇദ്ദേഹത്തിന് ഒരു വിദ്യാർത്ഥിയായ മകനാണ് കൂടെ ഉള്ളത്. ഭാര്യ ഇപ്പോൾ സാധാരണ വീട്ടുകളിലേക്ക് ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ വരുമാനം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സാമ്പത്തികം വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ ഒരു കുടുംബത്തിന് വീടും ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഇവർക്ക് വേണ്ട സഹായം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുക. രമണനെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർക്കായി കാനറ ബാങ്ക് മാന്നാർ ബ്രാഞ്ചിൽ ഇതിനായി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.